ഒരു വാക്ക്, ഒരേ ഒരു വാക്ക്, നീ സമ്മതമെന്ന് മാത്രം പറ. നാളെ നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടും. പറ, എനിക്ക് സമ്മതമാണ്. സമ്മതം. പക്ഷെ ഇപ്പോഴല്ല, കുറച്ച് കഴിയുമ്പോ. வாழ்வில் കനലാളും പോലെ ഉരുകുന്നൊരു മോഹം നീയേ. നെഞ്ചുലഞ്ഞ മുറിവിലായി മെല്ലെ മെല്ലെ തഴുകുവാ നിലവാകാ നിഴലാകാ. മണ്ണടിയും നാൾ വരെ കൂടെ കാവലായി കണ്ണേ നിന്നെ കാക്കാം. ആഹാ, ഇതെന്താ കരയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നത്? എന്താ അമ്മു, നീ വലിയ സന്തോഷത്തിലാണല്ലോ. അതെ രാജുവേട്ടാ, എത്രയോ ദിവസങ്ങളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന സങ്കടങ്ങള് തീർന്നു കിട്ടിയതിന്റെ സന്തോഷം കൊണ്ടാ. സ്വാതിക്കുന്നതിനോട് പഴയ സ്നേഹമില്ലെന്ന സങ്കടമായിരുന്നല്ലോ നിനക്ക്. അതൊക്കെ മാറിയോ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ, നീ ആയിട്ട് സ്വാതി സങ്കടപ്പെടുത്തുന്ന ഒന്നും ചെയ്തിട്ടില്ലെന്ന്. അവളുടെ അവസ്ഥ നമുക്ക് അറിയാവുന്നതല്ലേ. അല്ല, ചേച്ചിക്ക് എന്നെ അദ്ദേഹത്തിന് ചേർത്ത് ചില സംശയങ്ങളുണ്ടായിരുന്നു. അമ്മു, സ്വാതിയോട് ആരെങ്കിലും അത് പറഞ്ഞതാണോ? ചേച്ചി ഇന്ന് മനസ്സ് തുറന്നു. ചേച്ചി സംസാരിച്ചു തുടങ്ങിയപ്പോ ഞാനും അദ്ദേഹം അതാണോന്ന് ഓർത്ത് പേടിച്ചതാ. പക്ഷേ ചേച്ചി അതൊന്നും അറിഞ്ഞിട്ടില്ല. ചേച്ചിയുടെ അവസ്ഥയെപ്പറ്റി ഓരോന്ന് പറഞ്ഞ് അദ്ദേഹം എന്റെ മുന്നിൽ വരുന്നതും ഞങ്ങളുടെ സംസാരവും ചേച്ചിയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി. സ്വാതിക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യത കുറവാണല്ലോ. കവിത ചേച്ചി എന്തൊക്കെയോ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തലതല്ലി കരയുന്നത് കണ്ട് അദ്ദേഹം എന്നെ പിടിച്ചു മാറ്റിയത് മാത്രം ചേച്ചി കണ്ടു. എല്ലാം കൂടി ചേച്ചി വല്ലാതെ വിഷമിപ്പിച്ചു. ചേച്ചി കിടന്നു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മനസ്സ് മാറി എന്നുള്ള തോന്നലുകളായിരുന്നു. ഇപ്പെന്താ സംഭവിച്ചത്? ചേച്ചി ഞങ്ങളെ വിളിച്ച് എല്ലാം വെട്ടി തുറന്ന് പറഞ്ഞപ്പോഴാ പിണക്കങ്ങളൊക്കെ മാറിയത്. സ്വാതിയുടെ മനസ്സെന്താണെന്ന് എനിക്കിപ്പോ മനസ്സിലായല്ലോ. നീയും സഞ്ജു സംസാരിക്കുന്നത് കണ്ട് സ്വാതി തെറ്റിദ്ധരിച്ചെങ്കിൽ അവള് സത്യം തിരിച്ചറിഞ്ഞല്ലോ. അപ്പോ സഹിക്കാൻ കഴിയും അവൾക്ക്? പിണക്കം മാറിയെന്ന് കരുതി ആശ്വസിക്കൊന്നും വേണ്ട അമ്മു. വരാനിരിക്കുന്നതേ ഇതിനും വലിയ അബദ്ധ. കവിതപ്പച്ച ഒരു വശത്ത്, മറുവശത്ത് ആ ഡിക്റ്റേറ്റീവ്. കവിതപ്പച്ച ഒരു തെളിവിനായിട്ട് കിടന്ന് ഓടുക. എല്ലാ തെളിവുകളും ആ ഡിക്റ്റേറ്റീവിന്റെ കയ്യിലുണ്ട്. നിന്റെ കല്യാണക്കത്തുമായിട്ട് നടക്കയാള്. അല്ല, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ ഒരു സംഭവത്തിൽ നിന്ന് സ്വാതി മനസ്സിലാക്കണം. സഞ്ജുവിനോട് വേറൊരു വിവാഹം കഴിക്കാൻ സ്വാതി പറയുന്നുണ്ടെങ്കിലും അവനെ ആർക്കും വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറല്ല. എനിക്കത് മനസ്സിലായി. അദ്ദേഹത്തിന്റെ മനസ്സറിയാനുള്ള ശ്രമമായിരുന്നു ചേച്ചിയുടേത്. അദ്ദേഹം ചേച്ചിക്ക് വാക്കും കൊടുത്തു. അതിനുശേഷം ചേച്ചിക്ക് സംശയങ്ങൾ തുടങ്ങിയത്. സഞ്ജനയെ വെച്ചും സഞ്ജുവിനെ അളക്കാൻ അവൾ ശ്രമം നടത്തുന്നുണ്ട്. എങ്ങനെ സ്വാതിക്ക് സഞ്ജുവിനെ മറക്കാൻ പറ്റും? ആർക്കെങ്കിലും അടർത്താൻ കഴിയുന്നതാണോ ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധം? ചേച്ചി കിടപ്പിലായി പോകുന്നതിന് മുമ്പാണ് ആ സത്യം ചേച്ചി അറിയാൻ ഇടവന്നതെങ്കിൽ കാല് പിടിച്ച് മാപ്പിരക്കായിരുന്നു. ഈ അവസ്ഥയിൽ എനിക്കതിന് കഴിയില്ല. ചേച്ചി എന്നോട് ക്ഷമിക്കില്ല. അറിഞ്ഞ പിന്നെ ചേച്ചി പിന്നെ ഉണ്ടാവുമെന്ന് സംശയ. എല്ലാത്തിനും ഞാൻ നോക്കിയിട്ട് ഒരു പരിഹാരമേ കാണുന്നുള്ളൂ. എത്രയും വേഗം സ്വാതിയെ പഴയ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അലോപ്പതി ചികിത്സ കൊണ്ടൊന്നും ഫലമില്ലെന്ന് കരുതി ഇരിക്കല്ല അമ്മ വേണ്ടത്. നീ എന്ന് പറഞ്ഞ പോലെ സ്വാതി ആയുർവേദ ചികിത്സയ്ക്ക് കൊണ്ടുപോകണം.
സ്വാതി എഴുന്നേൽപ്പിച്ച് നടത്താൻ നിനക്ക് കഴിഞ്ഞ പിന്നെ ഈ സത്യം അറിഞ്ഞാലും സ്വാതി നിന്നോട് ക്ഷമിക്കും. ഏട്ടാ, ഏട്ടൻ വന്നിട്ട് കുറേ നേരമായോ? എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞ്? ഞാൻ വർമ്മയുമായി സംസാരിക്കുകയായിരുന്നു. നിനക്ക് എന്നോടുള്ള നീരസം മാറിയിട്ടില്ലെന്ന് എനിക്കറിയാം. കവിത എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലെത്തിയെന്ന് നീ മനസ്സിലാക്കണം. ഇനി അതേപ്പറ്റി സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവന്നത് നിനക്കൊരു ഷോക്കായെന്ന് എനിക്കറിയാം. നിന്റെ പ്രീതി പിടിച്ചു പറ്റാനല്ല ഞാനത് ചെയ്തത്. നീ സഞ്ജനയ്ക്ക് വേണ്ടി മംഗലശ്ശേരി ചെല്ലുന്നതിന് പകരം കവിതയെ വെച്ച് വേണം കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ. അവർക്കിപ്പോഴും സഞ്ജന ഗൗരി നന്ദനയുടെ മകളാണെന്ന് അറിയില്ല. അവൾക്ക് ആ വീട്ടിൽ നല്ല മതിപ്പാ. ഏത് സമയത്തും സഞ്ജനയ്ക്ക് അവിടെ കടന്നില്ല. സഞ്ജുവിൻ്റെയും സ്വാതിയുടെയും ഫ്രണ്ട് എന്നതിനപ്പുറം സഞ്ജന മാണിക്യമംഗലത്തെ ഗൗരി നന്ദനയുടെ മകളാണെന്നുള്ള ബോംബ മംഗലശ്ശേരിയിൽ ആദ്യം പൊട്ടേണ്ടത്. അതിനു മുന്നിൽ ഗംഗാധരപ്പണിക്ക് വിറങ്ങലിച്ച് നിൽക്കണം. അവിടെയാണ് കവിതയ്ക്ക് പലതും ചെയ്യാൻ കഴിയുന്നത്. പിന്നാലെ സഞ്ജനയ്ക്ക് സഞ്ജുവിനോടുള്ള സ്നേഹം കൂടി പുറത്തു വരും. സഞ്ജുവിനോ സ്വാതിക്കോ അത് നിഷേധിക്കാൻ കഴിയുമോ? മംഗലശ്ശേരി പിന്നെ അരങ്ങേറുന്നത് ഒരു തനിയാവർത്തനത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളാവും. സ്വാതിയുടെ മനസ്സിൽ ഒഴിഞ്ഞു കൊടുക്കാനുള്ള വിത്തുപാകാനും കവിതയ്ക്ക് കഴിയും. ഒന്നും ഓർക്കാതെയല്ല കവിതയെ ഞാൻ കൊണ്ടുവന്നത്. അവൾ നിന്നെ കണ്ടത് കൂടപ്പിറപ്പുകളോട് പോലും തോന്നാത്ത ഹൃദയബന്ധത്തോടെയാ. ഏട്ടൻ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ കണ്ടിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ മംഗലശ്ശേരിയിലെ ഒരു സന്തതി എന്റെ വീടിന്റെ പടി കടക്കാൻ വന്നപ്പോ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയി. കവിത അതൊന്നും കാര്യമാക്കി എടുത്തിട്ടില്ല. അവൾ അനുഭവിക്കുന്നതിന്റെ മറുപുറമാണ് നീ അനുഭവിക്കുന്നതെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. ഗൗരി എന്നോട് അത്രയല്ലേ ചെയ്തുള്ളൂ എന്നാ അവൾ എന്നോട് പറഞ്ഞത്. ഏട്ടനറിയാലോ, 2 ലക്ഷ്യങ്ങളുമായി ഞാൻ തിരിച്ചു വന്നത്. ഒന്ന്, അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കണ്ടുപിടിക്കുക. ഇപ്പോഴും പല ഓർഫണേജുകളിലും അഗതി മന്ദിരങ്ങളിലും അമ്മയെ ഞാൻ തേടുന്നുണ്ട്. മറ്റൊന്ന്, മംഗലശ്ശേരി തകർത്ത് കളയുക. എന്നിട്ട് മാണിക്യമംഗലം തിരിച്ചു പിടിക്കുക. ആദ്യം സഞ്ജനയുടെ വിവാഹം നടക്കേണ്ടത്. അതിനാരുടെ സഹായം തേടാനും ഞാനൊരുക്കാം. എന്നാ ഞാൻ കവിതയെ കൂട്ടിക്കൊണ്ടുവന്നാലോ? വേണ്ട, ഇനിയുള്ള കൂടിക്കാഴ്ചകൾ പുറത്തു വെച്ച് മതി. എപ്പോഴാന്ന് നീ പറ. സമയവും സന്ദർഭവും ഞാൻ പറയാം. നോക്കാം. ഗൗരി നന്ദിനിയും കവിതയും ഒന്നിച്ചു നിന്നാൽ എന്ത് സംഭവിക്കുമെന്ന്. എത്ര കാലം ശ്രീകുട്ടിയെ ഇങ്ങനൊരവസ്ഥയിൽ കാണാൻ കഴിയും മോനെ? നിന്റെ വിവാഹം എന്ന അമ്മയുടെ സ്വപ്നങ്ങളൊക്കെ തകർന്നുപോയി. ഞാൻ ശരിക്കും ഉറങ്ങിയിട്ട് ദിവസങ്ങൾ എത്രയായിരുന്നോ? പ്രഭയങ്ങൾ നടത്തുന്ന ശ്രമങ്ങളൊക്കെ അമ്മ അറിയുന്നല്ലേ? ഞാൻ പറയുന്ന അമ്മ ഒന്ന് വിശ്വസിക്കേ. ജീവിതകാലം മുഴുവനും അവൾക്ക് വീൽ ചെയറിൽ കഴിയേണ്ടി വരില്ലമ്മേ. അടിക്കടി ഓരോ ദുരന്തങ്ങൾ വന്നതോടെ പൂജയിലും ദൈവത്തിലൊന്നും ആർക്കും ഒരു വിശ്വാസം ഇല്ലാതായി.
ഈ കുടുംബത്തിന് മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അമ്മുവിന്റെ കാര്യത്തിലും വിധി മറ്റൊന്നല്ല. ഭർത്താവെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഉണ്ടായിട്ട് എന്താ കാര്യം? അവള് വന്നുപെട്ടതും ഈ കുടുംബത്തിൽ തന്നെയല്ലേ? ഞാനൊരു വിവാഹ ജീവിതം ആഗ്രഹിക്കാഞ്ഞിട്ടല്ലേ അമ്മേ? അതിനാരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നീ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയുന്നെങ്കിലും ഞങ്ങൾക്കത് കേട്ടോണ്ട് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ? നിന്റെ ഭർത്താവിനെ കണ്ടുപിടിക്കാൻ ശ്രീകുട്ടി എന്തൊക്കെ ചെയ്യുന്നു? നീ അവളോടത് പറയാതിരിക്കുന്നത് ശരിയല്ല അമ്മു. ഇവൾക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ അമ്മ എന്തിനാ നിർബന്ധിക്കുന്നേ? നീ അങ്ങനെ പറയരുത് മോനെ. ഇവള് കാരണം ശ്രീകുട്ടിക്ക് ഈ ആപത്ത് സംഭവിച്ചതെന്ന് കാഞ്ചന വിശ്വസിക്കുമ്പോ അമ്മു മൗനം പാലിക്കുന്നത് ശരിയായ കാര്യമല്ല. എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഞാനല്ലേ? അമ്മുവിനെ കുറ്റപ്പെടുത്തിയ എനിക്കത് സഹിക്കാൻ കഴിയാത്ത കാര്യ. പക്ഷേ എതിർത്തൊരു വാക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ എന്റേത്. ദയവ് ചെയ്ത് നീ അവന്റെ വിവരങ്ങൾ ഞങ്ങളോടൊന്ന് പറ. എന്തിനാ ഇവള് ഈ ഒരു കാര്യത്തിൽ ഒഴിഞ്ഞു മാറുന്നതെന്ന് എനിക്കറിയില്ല. ഇവളെ അവന്റെ കൂടെ പറഞ്ഞയക്കാനൊന്നും അല്ലല്ലോ നമ്മൾ ശ്രമിക്കുന്നത്. നിനക്കറിയാലോ മോനെ, അമ്മുവിനെ ഞാൻ കാണുന്നത് എന്റെ മോളെ പോലെയാ. ശ്രീകുട്ടിയും എനിക്ക് മകള് തന്നെയാ. പക്ഷേ അമ്മുവിൽ ഞാൻ കാണുന്നത് എന്നെ തന്നെയാ. ശ്രീകുട്ടിയോട് പോലും അവളുടെ ഭർത്താവ് ആരാണെന്ന് അമ്മു പറയാത്ത സ്ഥിതിക്ക് നമുക്കത് ആരാണെന്ന് അറിയണം മോനെ. അല്ല, എന്തിനവൾ ആ സത്യം ഒളിപ്പിച്ചു വെക്കണം? നീ അവളുടെ നാട് വരെ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വാ. നീ 2 തവണ അവിടെ പോയിട്ടുള്ളതല്ലേ? ആദ്യം നമ്മൾ ഒരുമിച്ച് അവിടുത്തെ ക്ഷേത്രത്തിലും പിന്നീട് പൂജ അവസാനിക്കുന്ന ദിവസം നീ തനിച്ചും പെരുവണ്ണാപുരത്ത് പോയിട്ടുണ്ടല്ലോ. അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ, അവിടേക്ക് ഒരാൾ പോയി വരണമെങ്കിൽ ഒരു പകലാ തീർന്നു കിട്ടുന്നത്. ദയവായി അമ്മ ഇപ്പൊ എന്നെ അതിന് നിർബന്ധിക്കരുത്. എനിക്ക് ഓഫീസിൽ പിടിപ്പത് ജോലിയാ അമ്മേ. ഒരു ദിവസം നീ അമ്മയ്ക്ക് വേണ്ടി താമോനെ. എന്റെ തിരക്ക് കഴിയുമ്പോ അമ്മയോട് ഞാൻ പറയാം. ഇനി ഞാൻ എന്തു പറയാന്? പിന്നെ നമ്മൾ ആരും അറിയരുതെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പിന്നാലെ പോകാതിരിക്കുന്നതാണ് നല്ലത്. അവൾ ഈ വീട് വിട്ട് പോയെന്നും വരും. അച്ഛനോട് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. മോള് പറ, അച്ഛൻ വന്നില്ലേ? അച്ഛൻ അവിടുത്തെ ജോലി ഉപേക്ഷിച്ച മട്ടില്ല. എന്തൊക്കെ എഫേർട്ട് എടുത്താ അച്ഛൻ അങ്ങനെ ഒരു കമ്പനിയിൽ കയറിയത്? എല്ലാം ഇപ്പൊ വെറുതെ ആയി. ഞാൻ ആ ജോലി വേണ്ടെന്ന് വെച്ചു. കമ്പനിക്ക് മെയിലും അയച്ചു കഴിഞ്ഞു. ഇനി എന്താ അച്ഛന്റെ തീരുമാനം? എന്നെ നോക്കി ഇവിടെ കൂടാനാണോ? മോള് പറയുന്നത് അച്ഛന് മനസ്സിലാവുന്നുണ്ട്. ഇനി നിന്റെ ട്രീറ്റ്മെന്റിൽ കഴിഞ്ഞ് ഒരു ചിന്തയും അച്ഛനില്ല. വിദേശത്തേക്ക് എന്നെ കൂടെ കൊണ്ടുവന്ന പ്രതീക്ഷയിലെ അച്ഛനെന്ന് എനിക്കറിയാം. ചെറിയൊരു പ്രതീക്ഷ അവിടുന്ന് കിട്ടിയാൽ നമുക്ക് പോണം. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാ ഞാൻ. മോളെന്താ ആലോചിക്കുന്നേ? ഞാൻ ഇവിടുന്ന് പോയാലുള്ള അമ്മുവിന്റെ അവസ്ഥ ഓർത്തു പോയതാ. അവക്ക് ഇവിടെ കഴിയാലോ. ഞാൻ പോയാൽ അവളിവിടെ നിൽക്കില്ല.
അതെനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവളുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കണം. അവളുടെ ഡിവോഴ്സ് പെറ്റീഷനെങ്കിലും കോടതിയിൽ എത്തിക്കണം. അതിന് ഭർത്താവിനെ പറ്റി അവള് പറയണ്ടേ? നീ എന്തൊക്കെ ചെയ്തു? വല്ല ഫലം ഉണ്ടായോ? ആ ഡിറ്റക്റ്റീവ് വാചകടി മാത്രമേ ഉള്ളൂ. അയാള് മനസ്സ് വെച്ചെങ്കിൽ ആ നാട്ടിൽ പോയി വിവരങ്ങൾ ചോദിച്ചറിയായിരുന്നു. ഇനി അയാൾ അവിടെ പോയെങ്കിൽ തന്നെ അന്ന് നടന്ന സംഭവങ്ങൾ ആർക്കെങ്കിലും ഓർമ്മ കാണും. അയാൾ അവിടെ പോയിട്ട് തന്നെയാ മോളെ കാണാൻ വന്നത്. അമ്മൂന് ആ നാട്ടുകാർക്ക് എല്ലാം അറിയാം. ആ കല്യാണം ആരും മറക്കില്ല. നാട്ടുകാരിടപെട്ട അവളുടെ കല്യാണം നടത്തിയത്. പെരുവണ്ണാപുരത്തുള്ളവരൊക്കെ ലച്ചു എന്ന അമ്മൂനെ വിളിക്കുന്നെ. സ്വന്തം വീട്ടുകാരിൽ നിന്ന് കിട്ടാത്ത സ്നേഹം നാട്ടുകാരവൾക്ക് നൽകണമെങ്കിൽ അവളുടെ കാര്യങ്ങൾ അവരൊരിക്കലും മറക്കില്ല. ശ്രീകുട്ടി ഇത്രയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം. നാളെ തന്നെ പെരുവണ്ണാപുരത്തേക്ക് പോകണം. ആ, മോളിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായില്ലേ? കുറച്ചേരം കിടന്നോളൂ. ഞാൻ കിടന്നോളാം, അച്ഛൻ പോയിക്കോളൂ. അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാ നമ്മൾ സംസാരിക്കട്ടെ എന്ന് കരുതി അമ്മ ഇങ്ങോട്ട് വരാത്തത്. ശരി മോളെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അച്ഛാ. വാമളയത്തേക്ക് വേണ്ട. ഈ വീടിന്റെ പടി ചവിട്ടാൻ എനിക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞ് എന്നെ അപമാനിച്ചു വിട്ടതല്ലേ? ഞാൻ വീണ്ടും വന്നത് ഗൗതം നിർബന്ധിച്ചോണ്ട് മാത്രോ? നിങ്ങൾ ഗൗതത്തോട് എന്നെ കാണണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാനിപ്പോ തന്നെ പോയേക്കാം. എന്നാലും എന്റെ വീട്ടുപടിക്കൽ വന്നു പോകുന്നത് നിനക്ക് അപമാനമാവില്ലേ? ആ, നിന്റെ അഭിമാനം ഞാൻ അംഗീകരിച്ച് തന്നിരിക്കുന്നു. വീട്ടിൽ കയറാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ, പുറത്തു വെച്ച് സംസാരിക്കാലോ. അത് മനസ്സിൽ കണ്ടോണ്ട് തന്നെയാ ഞാൻ വന്നത്. കൊള്ളാം, നീ എനിക്ക് തോളോടൊപ്പം നിൽക്കുന്നവൾ തന്നെ. തോളോടൊപ്പമല്ല, നിന്റെ ഒരു ചുവട് മുന്നിൽ. വാ, നമുക്ക് സംസാരിക്കാം. നീ മംഗലശ്ശേരിയിൽ വന്ന് കയറേണ്ടവളാ. ഞാൻ മാണിക്യമംഗലത്തെ കുടുംബനാഥയാവാൻ കൊതിച്ചവളും. അങ്ങനെ നോക്കുമ്പോൾ നിനക്ക് മുന്നിൽ കവിത തന്നെയാവും. കൊള്ളാം, നീയും ഗിരിയേട്ടനും തമ്മിലുള്ള പ്രണയം നിന്റെ മനസ്സിലൊരു കനലായി ഇന്നുമുണ്ടെന്ന് ഞാൻ അറിയാതെ പോയി. അത് വെറൊരു കനല് മാത്രമല്ല. ഗിരിക്കൊപ്പം ഒടുങ്ങിപ്പോയത് എന്റെ ഉദരത്തിൽ ഗിരിയുടെ 2 മാസം എത്തിയ കുഞ്ഞുകൂടിയായിരുന്നു.